അധികാരത്തിലേറിയിട്ട് 3 മാസം. മാറ്റത്തിന്റെ കാഹളം മുഴക്കി വോട്ട് അഭ്യർത്ഥിച്ച UDF സർക്കാർ ഇപ്പോൾ ഭരണസ്തംഭനത്തിന്റെ പൂർണ്ണ രൂപമായി മാറിക്കഴിഞ്ഞു എന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല. VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണത്തിൽ 3 മാസം പൂർത്തിയാക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കാനാകാതെ അനാസ്ഥയുടെയും ആഭ്യന്തര ഭിന്നതയുടെയും നാണം കെട്ട ചിത്രമാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തുവരുന്നത്. സ്വന്തം മന്ത്രിമാർക്ക് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ പോലും നിയമിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയിലാണ് ഈ ഭരണം മുന്നോട്ടു പോകുന്നത്. മെയ് 18-നാണ് മുഖ്യമന്ത്രിക്കൊപ്പം ബിന്ദു കൃഷ്ണ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. മാസങ്ങൾ 3 കഴിഞ്ഞു. തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിയായ ശരത് ചന്ദ്രന്റെ പേര് മന്ത്രി നിർദ്ദേശിച്ചിട്ട് നാളുകളേറെയായി. ഈ ഓഫീസ് വഴി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു, നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചു. എന്നിട്ടും മുഖ്യമന്ത്രി പച്ചക്കൊടി കാട്ടുന്നില്ല. MLA ആയിരുന്നപ്പോൾ KC വേണുഗോപാലിന്റെ PAയും മന്ത്രിയായപ്പോൾ പേഴ്സണൽ സ്റ്റാഫുമായിരുന്നയാളാണ് ശരത് ചന്ദ്രൻ. KCക്കും താല്പര്യമുള്ളയാളെ PS ആക്കണമെന്ന നിർദ്ദേശത്തിനാണ് 3 മാസമായിട്ടും മുഖ്യമന്ത്രി പച്ചക്കൊടി കാട്ടാത്തത്. ശരത് ചന്ദ്രനെ വെട്ടാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉന്നയിക്കുന്ന ന്യായം കേട്ടാൽ ചിരിവരും. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കൾ കത്തു നൽകി പോലും. സ്വന്തം മന്ത്രിമാർക്ക് ഒരു PAയെ പോലും തീരുമാനിക്കാൻ അവകാശമില്ലാത്ത ദയനീയ അവസ്ഥയാണോ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് ഭരണത്തിനുള്ളത്? സ്വന്തം പാർട്ടിയിലെ പ്രമുഖരുടെ നിർദ്ദേശം പോലും വെട്ടാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന ഈ ശാഠ്യം ഭരണം തളർത്തുകയാണെന്ന വികാരം പാർട്ടിയിൽ പുകയുകയാണ്. ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു ഏകോപന സമിതി പോലുമില്ല. ആദ്യ KPCC യോഗത്തിൽ പ്രഖ്യാപിച്ച സർക്കാർ പാർട്ടി ഏകോപന സമിതി കടലാസിൽ മാത്രമായി ഒതുങ്ങി. കാരണം മറ്റൊന്നുമല്ല, പുതിയ KPCC അധ്യക്ഷൻ ഉടൻ വരുമെന്ന സ്ഥിരം പല്ലവിയിൽ തട്ടി പാർട്ടിയിലെയും മുന്നണിയിലെയും സകല തീരുമാനങ്ങളും നിശ്ചലമായി. ഗ്രൂപ്പ് പോരും അധ്യക്ഷ കസേരയ്ക്കായുള്ള വടംവലിയും കാരണം ഭരണപരമായ തീരുമാനങ്ങൾ ഒന്നൊന്നായി വൈകുന്നുണ്ട്. ഭരണപക്ഷത്ത് തർക്കം മുറുകുമ്പോൾ പ്രതിപക്ഷം അത് ആഘോഷമാക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ തമാശ. ഭരണമാറ്റം നടന്ന് 3 മാസം കഴിഞ്ഞിട്ടും ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയും കമ്മീഷനുകളുടെയും തലപ്പത്ത് ഇപ്പോഴും മുൻ ഇടത് സർക്കാർ നിയമിച്ചവർ തന്നെ സുഖമായി വാഴുകയാണ്. കഴിഞ്ഞ മാസം 30-ന് UDF യോഗം വിളിച്ച് ഓഗസ്റ്റ് 3 മുതൽ ബോർഡ് കോർപ്പറേഷൻ വീതം വെപ്പിൽ ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുമെന്ന് ആർപ്പു വിളിച്ചവർ ഇപ്പോൾ എവിടെയാണ്? ഘടകകക്ഷികളെ പാടെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ടീം UDF ശൈലിയിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ കടുത്ത അമർഷത്തിലാണ്. പദവികൾ പ്രതീക്ഷിച്ചിരുന്ന സ്വന്തം പ്രവർത്തകരെ നിരാശയുടെ കയത്തിലേക്ക് തള്ളിവിട്ടാണ് മുന്നണിയുടെ ഈ ഉറക്കം തൂങ്ങിപ്പോക്ക്. അധികാരം ഏറ്റെടുത്ത ആദ്യ 100 ദിനങ്ങളിൽ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കേണ്ട സമയത്താണ് കോൺഗ്രസും UDFും കസേര കളിക്കും ഗ്രൂപ്പ് വഴക്കിനും സമയം കണ്ടെത്തുന്നത്. സ്വന്തം സ്റ്റാഫിനെ നിയമിക്കാൻ പോലും കഴിയാത്ത മന്ത്രിമാരും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിയും അസംതൃപ്തരായ ഘടകകക്ഷികളും. ടീം UDF എന്ന് കൊട്ടിഘോഷിച്ച ഈ പോക്ക് എങ്ങോട്ടാണ്? ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന് മറക്കണ്ട.